ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ നമ്മൾ പാറ്റേൺ കൊടുത്ത് നമ്മുടെ മൊബൈൽ ലോക്ക് ചെയ്യുന്നത് പോലെ നമ്മുടെ കമ്പ്യൂട്ടറിലും എങ്ങനെയാണ് നമുക്ക് പാറ്റേൺ ലോക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അതിനായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് ഒരു ചെറിയ സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുവാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കൂടെ ചേർക്കുന്നുണ്ട് വീഡിയോയുടെ. അതിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞ സെറ്റപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് ഇൻസ്റ്റാൾ ഓപ്ഷൻ ഞാൻ കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇൻസ്റ്റാളിങ്ങിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് വിൻഡോകളൊക്കെ കാണുവാൻ സാധിക്കുക. മാച്ച് ലോക്ക് എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കാനൊന്നുമില്ല. നെക്സ്റ്റ് കൊടുക്കുക. ലോഞ്ച് മാച്ചിങ് ലോക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ നിങ്ങൾക്ക് ഫിനിഷ് എന്നുള്ള ഭാഗം കൊടുക്കുക. ഓക്കെ. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയായിട്ട് റീസെറ്റ് പാറ്റേൺ എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് സെക്ഷനിൽ റീസെറ്റ് പാറ്റേൺ എന്നുള്ളൊരു ഭാഗം കാണാം. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പാറ്റേൺ ഏതാണോ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അടുത്തതായിട്ട് നമുക്കത് ബാക്കപ്പ് ചെയ്ത് വെക്കണം. നമുക്ക് ആവശ്യമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആ പാറ്റേൺ നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കുകയാണ്. ശേഷം സേവ് എന്നുള്ള ഭാഗം കൊടുത്ത് നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ അഥവാ മറന്നു പോയി കഴിഞ്ഞാലും ഒരു ഇമേജ് രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ, ഇതുപോലെ അതൊരു ഇമേജ് രൂപത്തിൽ നിങ്ങൾക്ക് സേവ് ആയതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ജനറൽ എന്നുള്ള സെക്ഷൻ എടുക്കുക. അവിടെ നിന്നും നിങ്ങൾ ഓട്ടോ ലോക്ക് അറ്റ് വിൻഡോസ് സ്റ്റാർട്ടപ്പ് എന്നുള്ള ഭാഗം ഓഫാണ്. നിങ്ങൾക്ക് ഓപ്പൺ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ആയി വരുന്ന സമയം തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓട്ടോ ലോക്ക് കമ്പ്യൂട്ടർ ആഫ്റ്റർ എന്നുള്ള ഭാഗം നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ആയി വന്നതിന് ശേഷം ഏകദേശം എത്ര മിനിറ്റ് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവേണ്ടതെന്ന് നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാം. അതുപോലെ ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ അലേർട്ട് മോഡ്, ലോക്ക് കീബോർഡ്, ഇങ്ങനെ അല്പം താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സെറ്റിംഗ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. താഴെയായിട്ട് അൺലോക്ക് മോഡ് എന്നുള്ളത്, നോർമൽ അൺലോക്ക് മോഡ്, സെക്യൂർ അൺലോക്ക് മോഡ്, ഡൈനാമിക് പാസ്വേഡ് മോഡ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതൊക്കെ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സ്വയം. താഴെ അലേർട്ട് ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ഡു നോട്ട് ടച്ച് മൈ കമ്പ്യൂട്ടർ എന്നുള്ള ഭാഗമാണുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് യൂസ് ഡിഫൾട്ട് എന്നുള്ള ഭാഗമുള്ളത് ചേഞ്ച് ഇമേജ് എന്നുള്ള ഭാഗം കൊടുത്ത് നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നും നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഏതെങ്കിലും ഒരു ഇമേജ് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുവാൻ സാധിക്കും. നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന്. ഞാൻ പിക്ചറിൽ നിന്നും ഒരു ഇമേജ് ഞാൻ എടുക്കുകയാണ്. നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഇമേജ് നമുക്ക് ഇവിടെ കൊടുത്തതിന് ശേഷം എഫക്ട് ഓൺ അല്ലെങ്കിൽ എഫക്ട് ഓഫ് എന്നുള്ള ഭാഗം കൊടുക്കാം. ശേഷം ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളോട് ഇങ്ങനെയായിട്ടൊരു ചെറിയൊരു രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. സ്കിപ്പ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇത് എങ്ങനെയാണ് ലോക്ക് ചെയ്ത് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോക്ക് ബട്ടന്റെ ഒരു ചെറിയ ചിഹ്നം കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നോക്കുക, നിങ്ങൾക്ക് ഇവിടെ ഒരു ലോക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ എങ്ങനെയാണോ ലോക്ക് കൊടുത്തത് ആ രീതിയിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് പാറ്റേൺ രീതിയിൽ ലോക്ക് ചെയ്ത് കൊടുക്കുവാൻ ഈ ഒരു ചെറിയ രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ മൈ ഫ്രണ്ട്സ്.